ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗോകുലിന്റെ വിവാഹത്തെക്കുറിച്ച് രാജീവിനെ അറിയിക്കുകയായിരുന്നു ശിശിര. ഗോകുല് അർച്ചനയുടെ കഴുത്തിൽ ഒരിക്കൽ കൂടി താലി ചാർത്താൻ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കേട്ട രാജീവ് പറഞ്ഞു, അല്ല ഇനി സമൃദ്ധിയുടെ യഥാർത്ഥ ഹസ്ബൻഡ് ചിലപ്പോൾ തിരിച്ചു വന്നാലോ, സമൃദ്ധിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും സമൃദ്ധി അന്വേഷിച്ചു വന്നാലോ, എന്തായാലും തിടുക്കപ്പെട്ട് ഇങ്ങനൊരു വിവാഹം ഉടനെ നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് രാജീവ് അറിയിച്ചതും അത് കേട്ടതോടെ ശിശിര പറഞ്ഞു, അല്ല രാജീവേട്ടൻ എന്താ ഇതിനോട് വല്ലാത്തൊരു എതിർപ്പ്? രാജീവേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ രാജീവേട്ടൻ അറിയാവോ എന്ന് ചോദിച്ചപ്പം, അതല്ല, നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചത്. നിയമത്തെ എതിർത്തുകൊണ്ട് നിയമലംഘനം നടത്തുന്ന കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് എനിക്ക് അംഗീകരിച്ചു തരാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത് എന്നറിയിച്ചു. ഉടനെ ശിശിര പറഞ്ഞു, എന്തായാലും ഇപ്പോ ഗോകുലിന്റെ ഭാര്യയായിട്ടല്ലേ, ഗോകുലിന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ടല്ലേ അവൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ പിന്നെ ഇനി ഗോകുലിന്റെ ഭാര്യയായി തന്നെ യഥാർത്ഥത്തിൽ അവൾ ജീവിക്കുന്നതല്ലേ നല്ലത്. ഇത്രയും വർഷക്കാലമായില്ലേ, ഇതുവരെ അവളെ അന്വേഷിച്ച് ആരും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനേക്കാളും നല്ലത് അവരൊരു കുടുംബമായി ജീവിക്കുന്നത് തന്നെയല്ലേ. രാജീവേട്ടൻ എന്തായാലും തൽക്കാലം അതിനോട് എതിർപ്പൊന്നും കാട്ടണ്ട എന്ന് പറഞ്ഞപ്പോ രാജീവ് പറഞ്ഞു, ശരി, എന്തെങ്കിലും ചെയ്തോട്ടെ, ഞാൻ എന്തായാലും നിയമവശങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശിശിര പറഞ്ഞത്, അല്ല രാജീവേട്ടാ, നമുക്കൊരു ഹണിമൂൺ ട്രിപ്പിന് പോയാലോ എന്ന് ചോദിച്ചിട്ടും, അതെന്താ പോവാലോ എന്ന് രാജീവ് സമ്മതിച്ചു. ഉടനെ ശിശിര താൻ എടുത്തു വെച്ച ആ പാക്കേജ് അത് രാജീവിനെ കാണിച്ചു കൊടുത്തു. ദാ ഇത് ഞാൻ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാ. എന്താ രാജീവേട്ടന് 10 ദിവസമാണ്, പക്ഷേ രാജീവേട്ടന് ഇതിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം, എന്തായാലും എൻ്റെ ശിശിര ആവശ്യപ്പെട്ടതല്ലേ, ശിശിരയുടെ താല്പര്യമല്ലേ, നമുക്ക് പോകാടോ എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം ആകും എന്നറിയിച്ചു. 5 ലക്ഷമൊന്നുമല്ല, അതിൽ കൂടുതലായിരിക്കും, സാരമില്ല, എന്തായാലും നമുക്ക് പോകാം, തൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞതും ശിശിര വളരെയേറെ സന്തോഷിച്ചു. അത് കഴിഞ്ഞ് ഗോകുലിന് ഫുഡ് കൊടുത്തുകൊണ്ട് ശോഭയും അർച്ചനയൊക്കെ നിൽക്കുമ്പോഴേക്കും ഡൈനിങ് ടേബിളിനടുത്തേക്ക് രാജീവ് എത്തി. രാജീവ് ഭക്ഷണം കഴിക്കുന്നതിനിടെ പറഞ്ഞു, അതേ അളിയ, എന്തായാലും ഇനി ഈ തോക്കിന്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഉടനെ തന്നെ ഉണ്ടാവും. അവന്തികയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഇതിന്റെ കേസിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു, ഗൂഗിള് പറഞ്ഞു, എന്തായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമല്ലോ. എന്തായാലും എൻ്റെ മോള് അത്തരത്തിൽ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ രാജീവ് ചോദിച്ചു, അതെ, പിന്നെ ഒരു കാര്യം പറയാനുണ്ടല്ലേ, ശിശിരിക്ക് ഒരാഗ്രഹം ഹണിമൂൺ ട്രിപ്പിന് പോകാൻ. ഞങ്ങൾ അടുത്ത മാസം ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകുന്നുണ്ട്, ഒരു 10 ദിവസം. അതുകൊണ്ട് ഈ 10 ദിവസത്തെ യാത്ര ഏകദേശം 5 ലക്ഷം രൂപയാവും. ഞാനിവിടെ ഒരു കൊച്ചിയിൽ ഒരു ട്രാവൽ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, അവരാണത് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് പോകാൻ തന്നെ തീരുമാനിച്ചു. ശരിക്കും അതിന് താല്പര്യമുണ്ട് എന്നറിയിച്ചു. ഉടനെ ഗോകുല് പറഞ്ഞു, എന്തായാലും രാജീവിൻ്റെ കയ്യിൽ പണമുണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല, പോയിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ കയ്യിൽ എവിടുന്ന അളിയാ പണം? എൻ്റെ കയ്യിൽ ഈ നക്കാപ്പിശിയായിട്ട് കിട്ടുന്ന ഈ ശമ്പളമല്ലേ ഉള്ളൂ, അതും മാസം അവസാനം. അല്ല, എൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ടല്ല, പിന്നെ ഞാൻ ആ ട്രാവൽ ഏജൻസിക്ക് കൊടുത്തിരിക്കുന്നത് അളിയൻ്റെ നമ്പറാണ്. അളിയൻ അവരോട് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി, അളിയൻ ഡീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഗൂഗിള് പറഞ്ഞു, ഇത്രയും പണമോ? ഇത്രയും പണമൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാജീവ് പറഞ്ഞു, അല്ല അളിയ, അതെങ്ങനെ ശരിയാവും? അളിയൻ്റെ കയ്യിൽ പണമില്ലെന്നോ? അളിയന് ഒരു കേസ് ബാധിച്ചാൽ കിട്ടുന്ന ലക്ഷങ്ങളല്ലേ, അതുപോലെയാണോ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ ആരെയും പിഴിയാറില്ല എന്ന് പറഞ്ഞപ്പോൾ, സാരമില്ല അളിയ, അളിയൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവും. അതെ, ഞാനിപ്പോൾ അളിയനെ രക്ഷിച്ചു തന്നതിന് സത്യത്തിൽ 50 ലക്ഷം രൂപയോളം ചെലവാകേണ്ട ഒരു കേസിൽ നിന്നാ മോളെ ഞാനിപ്പോൾ രക്ഷപ്പെടുത്തിയത്. ഇല്ലായിരുന്നെങ്കിലോ അവളിപ്പോൾ ജുവനൈൽ ഹോമിൽ കിടക്കേണ്ട അവസ്ഥയാവുമായിരുന്നല്ലോ. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, മോളെ രക്ഷിച്ച വഴിക്ക് ഒരു 50 ലക്ഷം ഇതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കാറുള്ളത്. അപ്പൊ പിന്നെ ഞാൻ ഈ ചെയ്ത പ്രവൃത്തി അത്ര നിസ്സാരമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു 5 ലക്ഷം അല്ലേ ഇപ്പൊ പോകുന്നുള്ളൂ, ബാക്കി 45 ലക്ഷം ലാഭമല്ലേ അളിയാ എന്ന് പറഞ്ഞ് രാജീവ് അവിടെ നിന്ന് എഴുന്നേറ്റ് കൈ കഴുകാനായിട്ട് പോയി. ഗൂഗിൾ അപ്പോഴേക്കും ദേഷ്യത്തോടെ ശിശുരോട് പറഞ്ഞു, അതെ, നിനക്കൊക്കെ ഹണിമൂൺ ട്രിപ്പിന് പോകണമെന്നുണ്ടെങ്കിലേ തന്നെ അങ്ങ് പണം ഉണ്ടാക്കി പോയാൽ മതി, അല്ലാതെ മറ്റുള്ളവന്റെ പണം കണ്ടിട്ട് ഇങ്ങനെ ഒരു ആഘോഷത്തിന് തുനിഞ്ഞിറങ്ങാൻ ആരും കൊതിക്കണ്ട എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത് നിന്ന് അർച്ചന പറഞ്ഞു, ഗൂഗിൾ എന്താ ഇത്? എന്തായാലും ഈ പണം നമുക്ക് അവർക്ക് കൊടുക്കാം. നമുക്ക് ചിട്ടി കിട്ടിയ പണം ഇരിപ്പുണ്ടല്ലോ, അത് നമുക്ക് കൊടുക്കാം ഗൂഗിൾ. നമുക്ക് നമ്മുടെ മോളെ രക്ഷപ്പെടുത്തി തന്നതല്ലേ രാജീവ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി കാട്ടുകയെങ്കിലും വേണ്ടേ? തൽക്കാലം രാജീവിന് ആ പണം നമുക്ക് കൊടുക്കാം. ഗൂഗിൾ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് നമ്മുടെ മോളുടെ ഭാവിയല്ലേ വലുത്. അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, രാജീവ് നമ്മളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നോ എന്നെല്ലാം
ടെൻഷനോടെ അർച്ചന ചോദിച്ചപ്പോൾ രാജീവ് പറഞ്ഞു, ഉടനെ ഗോകുൽ പറഞ്ഞു, "എന്താന്ന് വെച്ചാൽ കാണിക്ക്" എന്ന് പറഞ്ഞ് ഗോകുൽ അവിടുന്ന് എഴുന്നേറ്റ് കൈ കഴുകാനായി നേരെ മുകളിലേക്ക് കയറിപ്പോയി. രാജീവ് ഈ സമയത്ത് കൈ കഴുകി നേരെ വന്നതും ശോഭ ചോദിച്ചു, നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾക്ക് ഈ 5 ലക്ഷം രൂപ കൊണ്ടേ ഹണിമൂൺ ട്രിപ്പിന് പോകാൻ പറ്റുള്ളോ?" എന്നിങ്ങനെ ചോദിച്ചപ്പോൾ രാജീവ് ഉടനെ ശിശിര പറഞ്ഞു, അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട. അവൻ തരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ രാജീവ് വന്നിട്ട് പറഞ്ഞു, "അമ്മയല്ലേ ശിശിരേ, അമ്മയ്ക്ക് ഇക്കാര്യത്തിലൊക്കെ ടെൻഷൻ ഉണ്ടാവും. അത് സ്വാഭാവികമല്ലേ? അതൊക്കെ പോട്ടെന്നേ" എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അടുത്ത് നിന്ന് അർച്ചന പറഞ്ഞു, രാജീവ് ചെയ്ത ഉപകാരം അതൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അത് എത്ര പണം തന്നാലും തീരുന്നതുമല്ല. 5 ലക്ഷമല്ല 50 ലക്ഷം തന്നാലും അത് തീരുന്ന കടപ്പാടല്ല. അതുകൊണ്ട് രാജീവും ശിശിരേച്ചിയും പോകാൻ തയ്യാറായിക്കോളൂ. പണം ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോന്നു. അതോടെ ശിശിരയും രാജീവും അവരുടെ കോർട്ടിൽ പന്ത് വന്നതിന്റെ സന്തോഷത്തോടെ കൈയടിച്ചു. അപ്പോഴാണ് അവന്തിക മൂർത്തിയോട് പറയുന്നത്, "ഈ ഒരു കുരുക്കിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റൂ. ഈ രാജീവിനെ പ്രശ്നം ഞാൻ എന്നേക്കുമായി ഒഴിവാക്കിയതായിരുന്നു. വീണ്ടും അവന്റെ കോർട്ടിൽ തന്നെ പന്ത് ചെന്ന് നിൽക്കുകയാ. തൽക്കാലം ഈ ഒരു അവസ്ഥയിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയേ തീരൂ. എന്തായാലും നമ്മുടെ വക്കീലിനെ ഉടനെ ഒന്ന് വിളിപ്പിക്കണം. നാളെ അതിരാവിലെ തന്നെ വരാൻ പറയണം. ഞാനൊരു തീരുമാനം കണ്ടെത്തിയിട്ടുണ്ട്. അത് നടപ്പിലാക്കാനാണ്" എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉടനെ ഏഹ്, മൂർത്തി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ അവന്തികയെ കാണുവാനായി വക്കീലെത്തി. "എന്താ മേഡം ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ വന്നത്?" എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു, "എൻ്റെ കയ്യിലൊരു വജ്രായുധമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് പ്രയോഗിക്കാൻ സമയമായി. അതുകൊണ്ട് എൻ്റെ ഈ സ്വത്തുക്കളൊക്കെ വേഗം ചിപ്പിമോളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം." അത് കേട്ടതും മൂർത്തി പറഞ്ഞു, "അതെന്തായാലും കൊള്ളാം മേഡം. അങ്ങനെയാകുമ്പോൾ മേഡത്തിന് തന്നെ ഗാർഡിയൻ എന്ന നിലയ്ക്ക് ഈ സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്യാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ല മേഡം" എന്നറിയിച്ചു. അപ്പോൾ ആദ്യത്തെ കടമ്പ അതാണ്. ഇനി രണ്ടാമത്തേത് രാജീവിന്റെ പ്രശ്നമാണ്. രാജീവിനെ എങ്ങനെയാണ് നമ്മൾ നിലയ്ക്കുനിർത്തുക? വക്കീലിന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വക്കീൽ ആലോചിക്കുന്നത് കണ്ട് അവന്തിക പറഞ്ഞു, "അധിക സമയമില്ല വക്കീലെ. വേഗം തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം." അപ്പോഴേക്കും ആകെ സംശയപ്പെട്ട് അവന്തികയെ നോക്കി വക്കീൽ പറഞ്ഞു, "ഇത്ര പെട്ടെന്ന് ഒരു ഉപായമെന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല മേഡം" എന്നറിയിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, "എന്നാലേ എൻ്റെ കയ്യിലൊരു ബുദ്ധിയുണ്ട്. ഞാൻ പറയാം. ഇപ്പോഴുള്ള എൻ്റെ കമ്പനി 10ഓളം കമ്പനികളുണ്ടല്ലോ അവന്തിക അസോസിയേറ്റ്സിൻ്റെ കീഴിൽ. അതിൽ 1, 2 കമ്പനികൾ ഇപ്പോഴും നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കമ്പനിയുടെ 45% ഷെയർ അത് രാജീവിന് നൽകാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ" എന്ന് ചോദിച്ചപ്പം, അത് കുഴപ്പമില്ല മേഡം." പിന്നെ അപ്പോഴേക്കും മൂർത്തി കേട്ടിട്ട് പറഞ്ഞു, "കൊള്ളാം മേഡം. അത് നല്ല ഐഡിയ. പക്ഷേ ഈ രാജീവിനെ പോലെയുള്ള പോലീസ് ഓഫീസേഴ്സിനെ കബളിപ്പിക്കുക എന്നത് അത്ര നിസ്സാരമല്ല" എന്ന് പറഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു, "ഈ കടപ്പത്രത്തെക്കുറിച്ചും ഷെയറിനെക്കുറിച്ചും ഒന്നും ഇതുവരെ ഒരു പോലീസുകാർക്കും അത്ര വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അക്കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ടതില്ല" എന്നറിയിച്ചു. ഉടനെ അവന്തിക പറഞ്ഞു, "എന്നാ പിന്നെ വക്കീൽ എത്രയും വേഗം അതിന് വേണ്ട പേപ്പേഴ്സ് ചെയ്തോ." "ഏത് പേപ്പറാ മേഡം? സ്വത്തിൻ്റെയാണോ അതോ പോലീസുകാരനെയാണോ?" എന്ന് ചോദിച്ചപ്പം "രണ്ടും തന്നെ" എന്ന് അവന്തിക അറിയിച്ചു. "ശരി മേഡം" എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വക്കീൽ പോയതും മൂർത്തി ചോദിച്ചു, "അല്ല മേഡം, ഇനി അഥവാ ഇക്കാര്യങ്ങളൊക്കെ രാജീവ് പെട്ടെന്ന് കണ്ടെത്തിയാലോ? അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത്ര ബുദ്ധിയില്ലാത്ത ഒരാളല്ല ഈ രാജീവ്" എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു, "അതിനും പോംവഴിയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ രാജീവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നല്ലേ? അതിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട് മൂർത്തി" എന്ന് പറഞ്ഞ് അതിന് വേണ്ട ഉപായം എന്താണെന്ന് മൂർത്തിക്ക് അവന്തിക ഉപദേശിച്ചു കൊടുത്തു. എല്ലാം കേട്ടതും മൂർത്തി പറഞ്ഞു, അത് മതി. രാജീവ് ആ ഒരു വലയിൽ കുരുങ്ങും. അതിൽ യാതൊരു സംശയമില്ല" എന്നറിയിച്ചു. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് അവന്തിക നിന്നു. അപ്പോഴാണ് രാജീവ് ശിശിരയോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. "എന്തായാലും രാജീവേട്ടൻ്റെ ബുദ്ധി കൊള്ളാം. ഗൂഗിൾ സമ്മതിച്ചല്ലോ രാജീവേട്ടാ" എന്ന് പറഞ്ഞപ്പോൾ, "പിന്നല്ലാതെ 50 ലക്ഷം രൂപ വേണ്ടി വരും ആ കൊച്ചിനൊന്ന് ഇറക്കിക്കൊണ്ട് പോരാൻ. ഇന്ന് ഞാൻ അത് സമ്മതിച്ചില്ലായിരുന്നെങ്കിലേ ഇന്ന് ആ കുട്ടി ജുവനൈൽ ഹോമിൽ കിടക്കുമായിരുന്നു. അതുമാത്രോ ജുവനൈൽ ഹോമിൽ നിന്ന് ഒരു പ്രതി എന്നുള്ള മുദ്രയും ഒരു കുറ്റവാളി എന്നുള്ള പേരും ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് വന്നെത്തും. അങ്ങനെ ഭാവി മുഴുവൻ ആകെ അലങ്കോലത്തിലാവും ആ കുട്ടിയുടെ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നല്ലേ ഞാൻ രക്ഷപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്" എന്ന് രാജീവ് അറിയിച്ചു. എന്തായാലും രാജീവേട്ടൻ്റെ ഈ നീക്കം ഗംഭീരമായി. അപ്പോഴാണ് രാജീവ് പറഞ്ഞത്, "എടി മോളെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഭാഗ്യം കൊണ്ടാണ്. അതുകൊണ്ട് ഇത് മാത്രമല്ല, നോക്കിക്കോ, പറ്റുവാണെങ്കിൽ നാളെ ഞാനൊരു കോടീശ്വരനാകും. ഞാൻ കോടീശ്വരനായാലോ? നീ ആരാ കോടീശ്വരി" എന്ന് പറഞ്ഞു. ഇത് കേട്ടതും, "സത്യമാണ് രാജീവേട്ടാ" എന്ന് അതിശയത്തോടെ ശിശിര ചോദിക്കുമ്പോൾ രാജീവ് പറഞ്ഞു, "എടി മോളെ, പറ്റുവാണെങ്കിലേ ഇനി നമ്മൾ ട്രിപ്പ് പോകുന്നതേ അങ്ങ് യൂറോപ്യൻ കൺട്രീസിലേക്കായിരിക്കും. നോക്കിക്കോ" എന്ന് പറഞ്ഞതും പെട്ടെന്ന് രാജീവിന്റെ ഫോൺ ബെല്ലടിച്ചു. രാജീവ് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, "കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ദാ ഇതാണ് ആ ഭാഗ്യം കൊണ്ടുവരുന്ന ദേവത" എന്ന് പറഞ്ഞ് വേഗം ആ കോൾ അറ്റൻഡ് ചെയ്തു.
അപ്പുറത്ത് മാറുന്ന കോൾ എടുത്തതും അവന്തിക പറഞ്ഞു, രാജീവ് തിരക്കിലായിരുന്നോ എന്ന് ചോദിച്ചതും, ഏയ് ഇല്ല മേഡം. അല്ല, ഇപ്പോൾ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിൻ്റെ അല്ലെങ്കിൽ ഹണിമൂൺ സമയമല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞപ്പോൾ, ഏയ് അങ്ങനെയൊന്നുമില്ല മേഡം, മേഡം പറഞ്ഞോളൂ എന്നറിയിച്ചു. എന്നാൽ രാജീവ് ഉടനെ ഒന്ന് വീട് വരെ വരണം. എന്താ മേഡം എന്ന് ചോദിച്ചപ്പോൾ, അത് രാജീവ് പറഞ്ഞിരുന്നില്ലേ 45% കാര്യം, അക്കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കി. ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ പേപ്പേഴ്സ് രജിസ്റ്റർ ചെയ്യാം. അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് രാജുവിനോട് വരാൻ പറഞ്ഞത്. എന്നാൽ ശരി മേഡം എന്ന് പറഞ്ഞ് രാജീവ് ഫോൺ വെച്ചതിന് ശേഷം വേഗം സുശ്രീയുടെ അടുത്തേക്ക് ചെന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ദാ ആ ഫോൺ കോളാണ് വന്നത്. നമ്മൾ കോടീശ്വരി ആയിടി മോളെ, നാളെ നമ്മൾ കോടിപതികളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വളരെയേറെ സന്തോഷിക്കുന്നു. അതിനുശേഷം പിറ്റേന്ന് സച്ചി കുട്ടികളുമായി നേരെ സ്കൂളിലേക്ക് എത്തി. കുട്ടികളെ അവിടെ ഇറക്കി കഴിഞ്ഞ് സച്ചി വളരെ പ്രതീക്ഷയോടെ ചുറ്റുപാട് നോക്കുന്നുണ്ട്. ഇന്ദുട്ടിയും അമ്മുവും വന്നിട്ട് ചോദിച്ചു, എന്താ സച്ചി ചേച്ചാ? അപ്പോഴേക്കും ഇന്ദുട്ടി ചോദിച്ചു, അച്ഛനിത് ആരെയും നോക്കുന്നത്? അപ്പോഴാണ് അമ്മു പറഞ്ഞത്, അല്ല ചിപ്പിയെ ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പം, അതെ, നമ്മൾ വന്നിറങ്ങുമ്പോൾ ചിപ്പിമോള് വരേണ്ടതാണല്ലോ, അത് ശരി തന്നെയാണല്ലോ, അവളെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരും സംശയത്തോടെ നോക്കി. അപ്പോഴേക്കും ചിപ്പി അപ്പുറത്ത് അവർ വന്നത് കണ്ടിട്ടും മുഖം വീർപ്പിച്ച് മാറി നിൽക്കുകയായിരുന്നു. ഇത് അമ്മുക്കുട്ടി കണ്ടു. ദേ നിൽക്കുന്നു വെച്ചാ സച്ചി ചേച്ചാ ചിപ്പി എന്ന് പറഞ്ഞു. എന്നിട്ട് 3 പേരും കൂടി ചിപ്പിയുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി ചിപ്പി, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്താ അമ്മ എന്തേലും വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ അരികിലേക്ക് ചെന്ന് സച്ചി ചോദിച്ചു, എന്താ മോളെ, മോളെന്ത് പറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതേ? അപ്പോഴാണ് ആകെ ദേഷ്യത്തോടെ ചിപ്പി പറഞ്ഞത്, വേണ്ട, ഞാൻ അങ്കിളിനോട് പിണക്കാ. അങ്കിളിനോട് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്കിൾ ഇതുവരെയായിട്ടും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടതും, ഓ അതാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, അതേ സച്ചിയേച്ചാ, ചിപ്പി, നിങ്ങൾ രണ്ടുപേരും പിണക്കൊക്കെ മാറ്റിക്കോ. ഞങ്ങൾക്ക് ക്ലാസ് റൂമിൽ ചെന്നിട്ടേ ഒരു അത്യാവശ്യ കാര്യങ്ങൾ ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ടേ, വാ ഇന്ദൂട്ടി എന്ന് പറഞ്ഞു. എന്നാ വെച്ചാൽ നമുക്ക് വൈകുന്നേരം കാണാം എന്ന് പറഞ്ഞ് സച്ചിയോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും കൂടി ക്ലാസ് റൂമിലേക്ക് പോയി. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, എന്തു പറ്റി ചിപ്പി മോളെ, എന്താ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ, അങ്കിളല്ലേ എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛനെ കണ്ടുപിടിച്ച് തരാമെന്ന്, എന്നിട്ട് അങ്കിൾ എന്തേലും ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അയ്യോ അതാണോ മോളെ, സോറി കേട്ടോ, അങ്കിളിന് കുറച്ച് തിരക്കായിപ്പോയി. ദാ ഇന്നു മുതൽ അങ്കിൾ ഫ്രീയാ. അങ്കിള് ഇനി ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. അല്ല, അതിനു മുമ്പ് അങ്കിൾ കാര്യം ചോദിക്കട്ടെ, മോൾ എങ്ങനെയാ ഈ വിവരം അറിഞ്ഞത്? ആരാ മോളത് പറഞ്ഞത് എന്ന് ചോദിച്ചു. ആരും പറഞ്ഞതല്ല അങ്കിൾ, ഞാൻ ഓവർ ഹിയർ ചെയ്തതാ എന്ന് പറഞ്ഞ് അന്ന് ആശ്രമത്തിൽ നിന്ന് വിളിച്ചപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടതായിട്ട് ചിപ്പി അറിയിച്ചു. ഉടനെ ചിപ്പിയോട് സച്ചി ചോദിച്ചു, അല്ല മോൾക്ക് ആ നമ്പർ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചതും, ഇല്ലങ്കിൾ എന്ന് വിഷമത്തോടെ ചിപ്പി പറഞ്ഞു. സാരയില്ല അങ്കിൾ, ഞാൻ ആ നമ്പർ അമ്മയുടെ ഫോണിൽ നോക്കിയിട്ട് അങ്കിളിനെ വിളിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി, അത് ഇന്ന് അങ്കിളിന് എടുത്തു തന്നാൽ മതി. അങ്കിൾ ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങും. അങ്കിള് ഉടനെ തന്നെ ആശ്രമത്തിൽ ചെന്ന് മോളുടെ അച്ഛനെയും അമ്മയും കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കും. എന്താ എന്ന് ചോദിച്ചു. അത് കേട്ടതും ചിപ്പി പറഞ്ഞു, എന്നാ ഞാനും കൂടി വരാം അങ്കിൾ നാളെ അങ്കിളിൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അത് വേണ്ട, മോള് സ്കൂളിലെത്തിയിട്ടില്ല എന്നറിഞ്ഞാലേ ഉടനെ ടീച്ചേഴ്സ് അക്കാര്യം അമ്മയെ അറിയിക്കും. അത് അതിനേക്കാളും വലിയ പൊല്ലാപ്പാവും. അതുകൊണ്ട് അങ്കിള് പോയി മോളുടെ അച്ഛനെയും അമ്മയും കണ്ടെത്തിയിട്ട് ഉടനെ തന്നെ ഈ വിവരം മോളെ അറിയിക്കും. എന്താ അതുപോരെ? മോള് സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബെല്ലടിക്കുന്നത് കേട്ടു. താങ്ക് യു അങ്കിൾ എന്ന് പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിച്ച് ചിപ്പിമോള് അവിടെ നിന്ന് ക്ലാസ് റൂമിലേക്ക് പോന്നു. സച്ചി ചിപ്പിമോളെ യാത്ര അയച്ചു കഴിയുമ്പോൾ വേദനയോടെ ആ മോള് പോകുന്നത് നോക്കി നിന്നു. സ്വന്തം കുഞ്ഞാണെന്ന സത്യം തിരിച്ചറിയാതെ പോലും ആ അച്ഛൻ്റെ മനസ്സ് ആ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് വേദനിച്ചു.